ഹലോ ഗേൾസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപ്പഡ് മക്കളെ. എല്ലാവർക്കും സ്വാഗതം. നിഹാൽ സാറാണ്. അപ്പോൾ നമ്മളെ +2 പരീക്ഷയുടെ വക്കിലേക്ക് നിങ്ങൾ എത്തിക്കുക അല്ലേ. അപ്പോൾ വളരെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഒരു മാനസികാവസ്ഥയെന്നൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സങ്കടമുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിഞ്ഞ 2 വർഷമായി നിങ്ങൾ ഞങ്ങളെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്. ആ ഒരു ബന്ധത്തിന് ചിലപ്പം ചെറിയൊരു ഗ്യാപ്പ് വരാൻ പോവാണ്. കാരണം നിങ്ങളുടെ ചെറിയ രീതിയിൽ, കാരണം നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും കാലം നമ്മളെ കൂടെയുള്ള ഒരാളായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെ +2 പരീക്ഷ കഴിഞ്ഞ് 1-2 മാസം നിങ്ങൾ പോകുമല്ലോ എന്നൊരു ചെറിയ സങ്കടമുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടാമത് നിങ്ങൾ നിരന്തരമായോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, സാർ +2 നിങ്ങളുടെ പൊളിറ്റിക്സിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റേജ്, ഓരോ ചാപ്റ്ററിന് എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. നിരന്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു 10 മെസ്സേജിൽ ഒരു 7 മെസ്സേജ് എന്തായിരിക്കും അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയും, അപ്ഡേറ്റ് നമ്മൾ ഉടനെ തരും, ഉടനെ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഓരോ തിരക്കിലായിട്ട് ആ സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സാധനം, ഓരോ ചാപ്റ്ററും സാറേ ഏകദേശം എത്ര മാർക്ക് ഓരോ ചാപ്റ്ററും ചോദിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് തുടക്കത്തിലേ പറയാനുള്ള കാര്യം, ഒരു മക്കൾ പോലെ, എൻ്റെ ഒരു കുട്ടികൾ പോലെ എന്ത് ചെയ്യാൻ പാടില്ല, പൊളിറ്റിക്സിൽ ഒരു മാർക്കും എവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്കും കൃത്യമായി പഠിച്ചിരിക്കണം. ഓരോ ചാപ്റ്ററും അതിൻ്റെ ഇമ്പോർട്ടൻസ്, മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി? നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തിടുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരാൾ പൊളിറ്റിക്സ് എന്ത് ചെയ്യാൻ പാടില്ല, മാർക്ക് പറയാൻ പാടില്ല. യെസ്, നോക്കാം. നമുക്ക് ആദ്യം ചാലഞ്ചസ് ആൻഡ് നാഷണൽ ബിൽഡിംഗ് ആദ്യ ചാപ്റ്റർ നോക്കലേ. ഒരു 8 മുതൽ 9 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷ, അതായത് ഒരു എസ്സേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. രണ്ടാമത്തെ എയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന്, അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് 7 മുതൽ 8 മാർക്ക് വരെ ആ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവിടെ നിന്ന് ഒരു 5 മുതൽ 6 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലേ. ഇപ്പോൾ വേണമെങ്കിൽ 2 എയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് വേണമെങ്കിൽ 1 വേർഡും അതുപോലെ തന്നെ ഒരു 5 മാർക്കിന്റെ ഷോർട്ടസ്റ്റ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇനി ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻ ഒരു 6 മുതൽ 7 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ഇനി ചാലഞ്ചസ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം ഒരു 5 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം അല്ലെ. എന്തായിരിക്കും ചാലഞ്ചസ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം ചോദിക്കാം. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ള ഒരു പിളർപ്പുണ്ടാവാനുള്ള കാരണം എന്താണ്, അത്തരം ചോദ്യങ്ങളാണ് സ്ഥിരമായി ചോദിക്കാറുള്ളത്. അത് നിങ്ങൾ പഠിക്കുക. അതേപോലെ ഇനി ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, അവിടുന്ന് ഒരു 5 മുതൽ 7 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. നമ്മുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാം. പോപ്പുലർ മൂവ്മെന്റിൽ നിന്ന് 5 മുതൽ 6 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. റീജിയണൽ ആസ്പിറേഷൻ നിന്നും 7 മുതൽ 8 വരെ പ്രതീക്ഷിക്കാം. ഒരു ലോങ് എസ്, ഒരു 6 മാർക്ക് എസ് അവിടുന്ന് പ്രതീക്ഷിക്കാം. റീസെന്റ് ഡെവലപ്മെന്റ് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഒരു 6 മുതൽ 7 മാർക്ക് വരെ, ഒരു 6 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ ആ ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ ഒരു സെഷൻ. ഈ രണ്ടാമത്തെ പോകുകയാണെങ്കിൽ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി നമുക്ക് ഏകദേശം 7 മുതൽ 8 വരെ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ദ US ഹെജുമണി ഇൻ ദ വേൾഡ് പൊളിറ്റിക്സ് എന്ന് ഒരു 6 മുതൽ 7 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവേഴ്സ് എന്ന് 6 മുതൽ 8 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ഇനി കണ്ടംപററി സൗത്ത് ഏഷ്യയിൽ നമുക്കൊരു 4 മുതൽ 5 മാർക്ക് വരെ, ചെറിയ ചോദ്യങ്ങളാണ് ആ ചാപ്റ്ററിൽ ചോദിക്കാറുള്ളത്. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു 8 മുതൽ 9 മാർക്ക് വരെ പ്രതീക്ഷിക്കും. അതായത് UN ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓർഗൻസിനെ പറ്റി ചോദിക്കാം, അതിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാം. ഒരു എസ്സേ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ് നിന്ന് ഒരു 5 മുതൽ 6 വരെ പ്രതീക്ഷിക്കാം. എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഒരു 3 മുതൽ 4 മാർക്ക് വരെ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ഗ്ലോബലൈസേഷൻ ഒരു ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കും, ഒരു 5 മുതൽ 6 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. അതേപോലെ നമ്മുടെ ദ എറ ഓഫ് കോൾഡ് വാർ എറ, അതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 4 മാർക്ക് അതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ എക്സാമിൻ്റെ എന്തുണ്ടായിരിക്കുക, ഒരു മാർക്ക് വെയിറ്റേജ് ഉണ്ടാക്കുക. ഒരു സംശയം വേണ്ട, ഈ രീതിയിൽ ഇവിടുന്ന് ഏറിപ്പോയാൽ ഒരു 1% 2% വ്യത്യാസമല്ലാതെ വേറൊരു മാറ്റം ഇതിന് വരാനില്ല. ഒരു 99% ഒരു 98 അല്ലേ. ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനി വന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മോശം അല്ലേ. ഒരു 97% ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, മാർക്ക് ഓരോ ചാപ്റ്ററിനും ചോദിക്കുക. റെഡി? അപ്പോൾ മക്കളെ, ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കുറേ ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങാത്ത ആളോട് എനിക്ക് ഒരൊറ്റ കാര്യമായി പറയാനുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ +2ലാണ് എത്തി നിൽക്കുന്നത്. ഏകദേശം 17 വയസ്സ് കഴിഞ്ഞ് 18ാമത്തെ വയസ്സ് ചിലർക്ക് ആയിട്ടുണ്ടാവും. ചില ആളുകൾ 18ാം വയസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയൊക്കെ ആയി, ചെറിയ മക്കളൊന്നുമല്ല, നിങ്ങളൊക്കെ വലിയ മക്കളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കമ്മിങ്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ എൻ്റെ പഠിച്ച രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ നല്ലൊരു എഡ്യൂക്കേറ്റഡ്, ഞാൻ പഠിച്ച ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഈ വർഷം നിങ്ങളുടെ +1 +2 എങ്ങനെ നിങ്ങൾ നന്നായി പഠിക്കുന്നു, എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു, അത് നിങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്ന ഒരു ഘടകം തന്നെ, അതിലൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നല്ല മാർക്ക് വാങ്ങണമെന്ന ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ എന്താ ആഗ്രഹിക്കാത്തത്, നിങ്ങൾ എന്താണ് അവിടെ മാറ്റി വെക്കുന്നത്? എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് നല്ല അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല സാലറി, നല്ല ജോലി കിട്ടണം, എൻ്റെ അച്ഛനും അമ്മയും ഉപ്പയും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ നോക്കണം, നല്ലൊരു ഫാമിലി ലൈഫ് എനിക്ക് ലീഡ് ചെയ്യണം, ഒരു കാറ് വാങ്ങണം, നല്ല എല്ലാവരെ പോലെയും ഹാപ്പി ആയിട്ട് ഇടയ്ക്ക് ടൂറ് പോകണം, ഇടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം, ഇടയ്ക്ക്
നല്ല പർച്ചേസ് ഒക്കെ അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പൊക്കോളൂ. നേരെ മറിച്ച് ഈ രീതിയിൽ പല രീതിയിൽ പൈസ ഉണ്ടാക്കട്ടോ, പക്ഷേ നിങ്ങൾ നന്നായി പഠിച്ച് നല്ലൊരു എഡ്യൂക്കേഷനായിട്ട് നല്ലൊരു പ്രൊഫഷണൽ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നന്നായി പഠിക്കുക. കാരണം ഇനി വേറെപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോകരുത്. ഈ വരാൻ പോകുന്ന ഒരു മാസം, കറക്റ്റ് ഒരു മാസം ഉണ്ടല്ലേ, ആ ഒരു മാസം നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്ത് എനിക്കൊരു ഉറപ്പ് തരാൻ സാധിക്കും, നല്ല മാർക്ക് നല്ല 80 ഔട്ട് ഓഫ് 80 നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ നല്ല അടുത്തൊരു കോളേജ്, ഒരു ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാർക്ക് നിർബന്ധം, അതിലൊരു സംശയമില്ല അല്ലേ. ഒരുപാട് ഗവൺമെൻറ് കോളേജ് നമുക്കില്ല, കുറച്ച് ഗവൺമെൻറ് കോളേജുള്ളൂ. ആ ഗവൺമെൻറ് കോളേജിലെ നല്ല കലാലയ ജീവിതം നിങ്ങൾ മിസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. നേരെ മറിച്ച് നല്ലൊരു 3 വർഷമാണ് എനിക്ക് വരാൻ പോകുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ എഫേർട്ട് എടുത്താൽ നല്ലൊരു 3 വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓക്കെ, സോ മക്കളെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്നായി പഠിക്കുക, എന്ത് സംശയം ചോദിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തു പോകാൻ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. താങ്ക് യു. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.